കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലും തുറക്കപ്പെട്ടു, അഴിഞ്ഞു പോയി. കണ്ടോ, ചെങ്ങലകൾ. അപ്പോൾ ഇവരിലെ പരിശുദ്ധാത്മാവ് ജ്വലിച്ചു. അപ്പോൾ അതിന് കാരണം എന്നറിയോ? അർദ്ധരാത്രി എടുത്ത് വായിച്ചേ, പൗലോസ് ശീലാസം കീർത്തനം പാടി ആരെ സ്തുതിക്കുന്നു? ദൈവമാരാണ് ഒക്കെ പറഞ്ഞു. അത് സംബന്ധിച്ച സമയം പോയല്ലോ, പെട്ടെന്ന് പറയണം. ദൈവമാരാണ് പറഞ്ഞേ? യേശു ക്രിസ്തു. ഹല്ലേലൂയ. ത്രിയേക ദൈവത്തെ ആരാധിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധമാവും ദൈവം കാലത്തിന്റെ പുറതയില് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടത് ഈശോ മിശിഹായായിട്ടാണ്. ഈശോയിലെല്ലാം ഉണ്ട് ത്രിയേക ദൈവ സാന്നിധ്യം. ഈശോ ഞാനും പിതാവും ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു കർത്താവിന്റെ ആത്മാവ്. അപ്പൊ എന്റെ അർത്ഥം ഈശോയിൽ ആരെല്ലാം ഉണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. തിരിച്ച് വെളിപ്പെടുമ്പോൾ ത്രിയേക ആ ദൈവത്തെ ആരാധിച്ചാലേ ചങ്ങല പൊട്ടുള്ളൂ. ദൈവം എന്ന് പറയുമ്പോൾ ട്രിനിറ്റി, ആ സത്യദൈവത്തെ അതേപോലെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കൃപതയുണ്ട്. ജനിച്ചത് പിന്നെ വരേക്ക് അന്ധവിശ്വാസത്തിന്റെ ഒരു വഴി പോലും, ഒരു ടൂറിന് പോലും ഞാൻ പോയിട്ടില്ല. കൈനോട്ടത്തിനൊന്നും പോയിട്ടില്ല. യുവാകാലം നോക്കാൻ ജനിച്ചേ പിന്നെ പോയിട്ടില്ല. സമയനോട്ടം പോകുന്നു. ഒരു പരിപാടിക്ക് സ്നാരി പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഇങ്ങനെയുള്ള സാഹചര്യമൊന്നും ചിലപ്പോൾ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകും പലയിടം കാണിക്കാൻ. ഞാനവിടെയാണെങ്കിൽ ഞാൻ വേറെ പരിപാടിക്ക് പോകും. അത് ഭയങ്കര സ്ട്രിക്റ്റാണ്. വെള്ളം ചേർക്കരുത്, അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കാൻ. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് കാലഘട്ടത്തിൽ എല്ലാവരും വേണ്ട. അവസാനം കൊണ്ട് എല്ലാവരും ഒരുമിച്ച് കുളിച്ചാണ്. എല്ലാവരോടും നല്ല ബന്ധം, എല്ലാവരും നല്ല ബന്ധമുണ്ടാണ്. എനിക്ക് കണക്കറിയിക്കുമ്പോൾ എല്ലാ മതക്കാരുടെ അടുത്ത് വരാറുണ്ട്, ഇഷ്ടം പോലെ, നൂറുകണക്കിനാണ്. പക്ഷെ ഞാൻ അവരോട് പറയുന്ന ആരെക്കുറിച്ച് മാത്രമായിരിക്കും. അല്ലാതെ അവനെ കാണുമ്പോൾ ആ വിശ്വാസം, ഇവരെ കാണുമ്പോൾ ഈ വിശ്വാസം, അങ്ങോട്ട് അഡ്ജസ്റ്റ്, അങ്ങോട്ട് അവൻ്റെ ചേർന്ന് നിൽക്കാൻ വേണ്ടി പെട്ടെന്ന് എൻ്റെ വേഷം മാറാൻ ഞാൻ തയ്യാറല്ല. പ്രസവോഷം തല പോയാൽ, കാരണം കാൽവരി കുരിശിലൊരു സത്യം വെളിപ്പെട്ടതാണ്. പ്രസവോഷം 2000 വർഷം മുമ്പ് ഒരു പുനരുത്ഥാനത്തിന്റെ കല്ലറയുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ യേശു ക്രിസ്തു മാത്രം. 2 കർത്താവ്. ഹല്ലേലൂയ. കയ്യെടുത്ത് കണ്ടത് വരെ പോരല്ലോ. ഒറ്റകളി ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ മുമ്പത്തെ നമുക്ക് സഭ ഒരു ഞായറാഴ്ച ക്രിസ്തുരാജന്റെ തിരുനാൾ ആചരിച്ചോ? പള്ളി പോയായിരുന്നോ? ഓണം കേട്ടോ. ഹല്ലേലൂയ. ക്രിസ്തുരാജനെ യേശു രാജാതിരാജെന്ന് വിളിക്കാൻ കാരണം അതങ്ങനെ വിളിച്ചു കേട്ടു. അങ്ങനെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം വലിയൊരു അർത്ഥമാണ്. പണ്ടൊക്കെ രാജാക്കന്മാരുണ്ടാകും തന്നെ എങ്ങനെ അറിയാമോ? ഒരു സ്ഥലം പോയി യുദ്ധം ചെയ്തിട്ട് അവിടെയുള്ള എല്ലാം കൂടി പിടിച്ചാണ്, വസ്തുക്കളെല്ലാം പിടിച്ച്. അപ്പൊ അത് നേതൃത്വം കൊടുക്കുന്ന ആ യുദ്ധത്തിൽ മിക്കവാറും അവിടെയുള്ള ഒരാളിനെ, മെയിൻ ആളിനെ കൊല്ലുന്ന വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ മെയിനായിട്ട് ഏറ്റവും ഉയർത്തുന്നത് ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ അവനെ പിടിച്ച് ആരാക്കും? രാജാവാക്കും. എല്ലാം യുദ്ധം ചെയ്ത് അതെങ്കിലും ഒരു പടയെ, ഒരു സൈന്യത്തെ നയിച്ച് ആ സൈന്യത്തെ കൊണ്ട് പോയിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ചു വരുന്നവനെ ആരാക്കും? രാജാവ്. അങ്ങനെ കയറി പിടിക്കുക. അതിന്റെ കൂടെ ഇസ്രായേൽ ജനത്തിനിടയിൽ കാണാൻ പറ്റും. യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ സാമൂഹ്യ പഴയ ദാവീദ് ഗോലിയാത്തിനെ കൊന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവരും കൂടി ആരെയാണ് പുകഴ്ത്തുന്നത്? ദാവീദിനെ പുകഴ്ത്തുന്നത്. അപ്പൊ സോളമന് പ്രശ്നമായി, സാവൂളിന് പ്രശ്നമായ സമയത്ത് യുദ്ധത്തിൽ വിജയിച്ചു. ശ്രദ്ധിക്കണം. ഈശോ എന്തിനാണ് ഈ രാജാതിരാജനെ വിളിക്കാൻ കാര്യം? ഈശോ ചെയ്ത കാര്യം എന്താ? എല്ലാം മനുഷ്യനുമാണെല്ലാം യുദ്ധം ചെയ്ത് എല്ലാം വിജയിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ മനുഷ്യന് ഒരിക്കലും ജയിക്കാൻ പറ്റാത്തൊരു കാര്യം, മരണം എന്നൊരു സംഭവം. മരണം എന്നൊരു ശത്രു, മരണം എന്ന ശത്രു. ബാക്കി എല്ലാത്തിനെയും മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ മരണമെന്ന ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല.
കൊല്ലാനേ പറ്റിയിട്ടുള്ളൂ, ജീവൻ കൊടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. കൊല്ലാൻ ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട് ലോകത്ത്, പക്ഷേ ജീവൻ കൊടുക്കാൻ. അപ്പോൾ മരണം എന്നൊരു ശത്രുവിനെ തോൽക്കും. ലോകത്തിലെല്ലാവരും മരിച്ചു പോകുന്നത് കാണാൻ പറ്റും. രാജാക്കന്മാരും ചക്രവർത്തിമാരെല്ലാം അത് മരിച്ചു. ആ മരണത്തെ ബാക്കി എല്ലാത്തും തോൽപ്പിക്കാൻ മനുഷ്യൻ ശ്രമിച്ചു, പക്ഷെ മരണത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈശോയുടെ രാജത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവസാന ശത്രുവായ ആരെ തോൽപ്പിച്ചു പറഞ്ഞേ? മരണത്തെ ഈശോ തോൽപ്പിച്ചു. ഈശോ ഉയർത്തെഴുന്നേറ്റോടെ ഈശോ രാജാതിരാജനായിട്ട് മാറുന്നത് കാണാൻ പറ്റും. കൈയെടുത്ത് കർത്താൻ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണമെന്ന അവസാന ശത്രുവിനെ തോൽപ്പിച്ചു കഴിഞ്ഞോടെ ഈശോയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. വേറെ ആർക്കും ഒരു ദേവന്മാർക്കും പറ്റിയിട്ടില്ല. ഈശോയ്ക്ക് മാത്രമേ മരണമെന്നതിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ അവൻ നമ്മുടെ ആരായിട്ട് മാറി? രാജാവായിട്ട് മാറി. He became a king of kings. അങ്ങനെ ചരിത്രത്തിൽ ഒരാൾ മാത്രം, ആര് മാത്രം പറഞ്ഞ് അതുകൊണ്ടാണ് അവന്റെ പേര് ദൈവമെന്ന് വിളിക്കുന്നത്. കർത്താവ് ദൈവമെന്ന്, രക്ഷകനെന്ന് വിളിക്കണം. അവൻ മാത്രമേ മരണത്തെ തോൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സത്യദൈവത്തിലുള്ള വിശ്വാസം ഉറക്കപ്പെടി. കൈയടിച്ച് കർത്താവ് വന്ന് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരല്ലോ, നന്നാടി കൈയടിച്ച് രണ്ട് കരമെടുത്ത് ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുന്നു, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ. അപ്പൊ ഞാൻ ഈ വചനം വായിച്ചു തിരിച്ചു. അപ്പോസ്തല പ്രവർത്തനം 16:17 വായിച്ച് 16:17 25 അസ്തരാത്രിയോടുത്ത് പൗലോസ് സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ എന്ന് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. അപ്പൊ അതിനെ കാണുമ്പോൾ പൗലോസ് ലീഗായും സീലാസും ആരെയാണ് ആരാധിക്കുന്നത് പറഞ്ഞ്? സത്യദൈവത്തെ ആരാധിച്ചാല് ഈ ബന്ധനാടി കിട്ടും. അതിനകത്ത് ചെറിയ പോലും വെള്ളം ചേരാൻ പാടില്ല. അല്പം പോലും വിശ്വാസവതിയെല്ലാം ഉണ്ടാകാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആളുകൾ നിങ്ങളുടെ രൂപതയിലെ ലിറ്ററേച്ചറിയുടെ പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു ഫോർമേഷൻ ക്ലാസ് ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ അച്ഛന്മാർക്ക് കൊടുക്കും. ഞാനത് പോയില്ല, എൻ്റെ കൂടെയുള്ള അച്ഛൻ പോയി. അപ്പോൾ അച്ഛൻ പറയുന്നതോട് അച്ഛൻ നല്ലൊരു ക്ലാസ് കൊടുക്കുന്ന അച്ഛന് അതിനകത്ത് പറയും ഒരു വാക്ക് ഭയങ്കരമായിട്ട് അഭിഷേകം. അപ്പം അച്ഛൻ പറഞ്ഞിങ്ങനെ ഈ നമുക്ക് കുർബാന മധ്യത്തിൽ ഒരു അടയാളത്തെ കുറിച്ച്, അതായത് കർത്താവെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് വൈദികൻ കഴിവതും ജനത്തിന് തല കുനിക്കരുതെന്ന് പറയും. കാരണം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദിക ആ സമയത്ത് ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. തലകുനിക്കേണ്ടത് ഈ ബലിപീഠത്തിന് മാത്രമേ തലകുനിക്കാൻ, വേറെ ആരുടെ മുന്നിൽ തലകുനിക്കാൻ പാടില്ല. അത് ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ആ സമയത്ത് ജനത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതി, അല്ലാതെ അവരോട് തലകുലിക്കേണ്ടത് ആ സമയത്ത് ബലിപീഠത്തെയും ബലിവസ്തുക്കളെയും കർത്താവിൻ തിരുശരീര രക്തങ്ങളെയും മാത്രമേ അതിനുമ്പിൽ ബലിയർപ്പണ സമയത്ത് തലകുലിക്കാൻ പാടുള്ളൂ. കുർബാന സമയത്ത് ഒരാൾ മാത്രമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബലിപീഠവും ബലിവസ്തുവും കർത്താവിൻ തിരുശരീര രക്തങ്ങൾ മാത്രമാണ് പ്രധാനപ്പെട്ടത്. വേറൊന്നും പ്രധാനപ്പെട്ടതല്ല. തിരുവചനം വരുമ്പോൾ തലകുലിക്കാം. കാരണം തിരുവചനം ആരാണ്? ഈശോയാണ്. രണ്ട് കാര്യത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിരിക്കും നിങ്ങളോട്, ഞാൻ പറയും ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിനെ. ഞാൻ നിയമാവർത്തന പുസ്തകം 6:5 മുതൽ വചനം പറയും. നിയമാവർത്തന പുസ്തകം 6:5 മുതൽ പറയും, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ ആരാധിക്കണം. ആ ദൈവാരാധനയ്ക്കകത്ത് വെള്ളം ചേരാൻ പാടില്ല. അത് വന്നാൽ നിങ്ങളെ ബന്ധിക്കും. പിശാച് ബന്ധിച്ചു ഉറപ്പ് അഴിക്കില്ല. ഒരു കെട്ടു വഴിയില്ല. രണ്ട് കാര്യത്തോട് ഹല്ലേലൂയ.
ഇന്നിപ്പോൾ നിങ്ങൾ സത്യദൈവത്തെ തന്നെ ആരാധിച്ച. അപ്പൊ അതിന്റെ ഭാഗമാണ് സാപത്തൊക്കെ കൃത്യമായിട്ട് ആചരിക്കണോ നിങ്ങൾ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. സഭയിൽ നമുക്കറിയാം വിശുദ്ധരോടുള്ള വണക്കം, പരിശുദ്ധ അമ്മയോടുള്ള വണക്കം, 12 അപ്പസ്തോലന്മാരുടെ വണക്കം, ഇതെല്ലാം സംഭവം വളരെ മനോഹരമാണ്. അവരെല്ലാം വണങ്ങുന്ന ആരെയാണ്? യേശു. അവരെല്ലാം ആരാധിക്കുന്ന കർത്താവായ യേശുവിനെയാണ് ആരാധിക്കുന്നത്. പ്രസവോഷ് അവർക്ക് മഹത്വം കൊടുത്തത് ആരാണ്? ഈശോയാണ്. പ്രസവോഷ് ആ ദൈവാരാധന മാറുമ്പോൾ പൈശാചിക ബന്ധനം വരും. പിന്നെ ആ പൈശാചിനെ ഓടിക്കാമെന്ന് എളുപ്പമല്ല. ഈ അടുത്ത് തന്നത് ഹല്ലേലൂയ. 2 കാര്യത്തിൽ ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് കൂട്ടായ്മയിൽ വലിയൊരു ഡെലിവറി സൈസ് സമയത്ത് കർത്താവ് കൊടുക്കുന്നുണ്ട്. ഈശോ കാണിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിനിപ്പോൾ ഒരു സൗഖ്യം കർത്താവ്, ഒരു കിഡ്നി രോഗിയായ ഒരു 3 വയസ്സുള്ള കുട്ടിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുന്ന കർത്താവ് അമ്മ കാണിച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് എല്ലാവരും ചേർന്ന് സ്തുതിക്കണം. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ അഭിഷേകം കൊണ്ട ഈശോ ആരാധിക്കണം. ഈശോ ആരാധിക്കും. സത്യദൈവത്തെ ആരാധിക്കും. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.